4 മാസത്തിനിടെ റിലയൻസ് ജിയോയ്ക്ക് നഷ്ടമായത് ഏകദേശം 1.64 കോടി വരിക്കാരെയാണ്. ഒക്ടോബറിൽ മാത്രം 37.6 ലക്ഷം ഉപഭോക്താക്കളെയാണ് ജിയോ ഉപേക്ഷിച്ചത്. സ്വകാര്യ മേഖലയിലെ ടെലികോം കമ്പനികൾ ജൂലൈ നടപ്പാക്കിയ താരിഫ് വർധനവാണ് ജിയോയ്ക്ക് തിരിച്ചടിയായിരിക്കുന്നത്. സെപ്റ്റംബർ ഓഗസ്റ്റ് മാസങ്ങളിൽ 79.6 ലക്ഷം ഉപഭോക്താക്കളെയും 40.1 ലക്ഷം ഉപഭോക്താക്കളെയുമാണ് ജിയോ ഉപേക്ഷിച്ചത്. ജൂലൈയിൽ 7.6 ലക്ഷം ഉപഭോക്താക്കളെയും ജിയോ ഉപേക്ഷിച്ചിരുന്നു. 3 മാസത്തെ തകർച്ചയ്ക്ക് ശേഷം ഭാരതീയ എയർടെൽ തിരിച്ചു വന്ന സമയം കൂടിയാണിത്. ഒക്ടോബറിൽ 19.2 ലക്ഷം ഉപഭോക്താക്കളെയാണ് കമ്പനി ചേർത്തത്. സ്വകാര്യ ടെലികോം കമ്പനികളുടെ നഷ്ടം സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം ഓപ്പറേറ്ററായ BSNLിനെയാണ് നേട്ടമായത്. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ യഥാക്രമം 29 ലക്ഷം, 25.3 ലക്ഷം, 8.4 ലക്ഷം ഉപഭോക്താക്കളെയാണ് BSNLിൽ ചേക്കേറിയിരിക്കുന്നത്. ഒക്ടോബറിൽ 5.1 ലക്ഷം ഉപഭോക്താക്കളും BSNLിന്റെ ഉപഭോക്താക്കളായി. BSNLിന്റെ താരിഫുകൾ മാറ്റമില്ലാതെ തുടർന്നതാണ് കമ്പനിക്ക് സഹായമായത്. എൻട്രി ലെവൽ പ്ലാനുകൾ ഉപയോഗിക്കുന്ന നിരവധി വരിക്കാരാണ് BSNLിലേക്ക് മാറിയിരിക്കുന്നത്. അടുത്ത വർഷം പകുതിയോടെ 1 ലക്ഷം ടവറുകളുമായി 4G നെറ്റ്വർക്ക് രാജ്യവ്യാപകമായി പുറത്തിറക്കുകയാണ് BSNLിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. നിലവിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വോഡഫോൺ ഐഡിയയ്ക്ക് അതായത് VIക്ക് ഒക്ടോബറിൽ മാത്രം 19.7 ലക്ഷം ഉപഭോക്താക്കളെ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ 4 മാസത്തെ കണക്കുകൾ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ 1.64 കോടി ഉപഭോക്താക്കളെ ജിയോയ്ക്ക് നഷ്ടമായി. 2024 രാജ്യത്തെ രണ്ടാമത്തെ വലിയ ടെലികോം കമ്പനിയായ എയർടെലിന് 55.2 ലക്ഷം ഉപഭോക്താക്കളെയാണ് നഷ്ടമായിരിക്കുന്നത്.